നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തം പോലെ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു പ്രത്യേക തരം ലക്കി നോട്ടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഈ നോട്ടുകൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അതിലൂടെ ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ലക്കി നോട്ടുകൾ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടുത്താതെ എപ്പോഴും അത് സൂക്ഷിച്ചു വെക്കുക. കാരണം ഈ ലക്കി നോട്ടുകൾ സൂക്ഷിച്ചു വെക്കുന്നതിലൂടെ മണി റിലേറ്റഡായ അല്ലെങ്കിൽ പണം സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതാണ്. ഇതുമാത്രമല്ല, ധനപരമായ ബുദ്ധിമുട്ടുകൾ, ബിസിനസ്സിലെ പ്രശ്നങ്ങൾ, പണവരവിലുള്ള തടസ്സങ്ങൾ, കൂടാതെ വീട്ടിൽ പണത്തിന്റെ അഭിവൃദ്ധിയില്ലായ്മ, ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ലക്കി നോട്ട് സൂക്ഷിക്കുന്നതിലൂടെ മാറിക്കിട്ടുന്നതാണ്. ഇനി ഓരോരുത്തർക്കും അനുയോജ്യമായ ലക്കി നോട്ടുകൾ എങ്ങനെയാണ് കണ്ടെത്തേണ്ടതെന്നും ഈ ലക്കി നോട്ടുകൾ പ്രയോജനപ്പെടുത്തി നമ്മുടെ ഭാഗ്യങ്ങൾ എങ്ങനെയാണ് വർദ്ധിപ്പിക്കേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആദ്യം തന്നെ ലക്കി നോട്ടുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യം നേടിത്തരുന്ന ആ നോട്ടുകൾ എങ്ങനെയാണ് കണ്ടെത്തേണ്ടതെന്ന് നോക്കാം. പൊതുവായി ഏതൊരു നോട്ട് എടുത്താലും ആ നോട്ടിൽ ഒരു സീരീസ് നമ്പരും അതുപോലെ നോട്ടിൽ കുറച്ച് ഡിജിറ്റ് നമ്പരും ഉണ്ടായിരിക്കും. നോട്ടിൽ കൊടുത്തിരിക്കുന്ന സീരീസ് നമ്പർ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. എന്നാൽ സീരീസ് നമ്പർ കഴിഞ്ഞു വരുന്ന ഡിജിറ്റ് നമ്പറാണ് ഇതിനായി എടുക്കേണ്ടത്. ഞാനിവിടെ 500 രൂപ നോട്ടിൽ ചുവന്ന മഷി കൊണ്ട് അടയാളപ്പെടുത്തിയ ഈ 6 അക്ക നമ്പറാണ് സീരീസ് നമ്പർ കഴിഞ്ഞു വരുന്ന ഡിജിറ്റ് നമ്പർ. അതായത് 88, 59, 41. ഇനി ഈ 6 അക്കങ്ങളും ഒരുമിച്ച് കൂട്ടി ഒരൊറ്റ സംഖ്യ ആക്കുക. അതായത് 8+8+5+9+4+1 =35. അതായത് ഈ സംഖ്യകൾ കൂട്ടുമ്പോൾ 35 എന്നാണ് ലഭിക്കുന്നത്. ഇനി ഈ 35നെ ഓരോ സംഖ്യകളായി കൂട്ടുക. 3+5 കൂട്ടുമ്പോൾ 8 ലഭിക്കുന്നത്. ഇതുപോലെ ലഭിക്കുന്ന നമ്പറുകൾ 1 അല്ലെങ്കിൽ 9 ഇടയിലുള്ള അക്കമായിരിക്കണം. ഇനി രണ്ടാമതായി നിങ്ങളുടെ ജനന തീയതിയുടെ ഭാഗ്യസംഖ്യ കണ്ടെത്തുക. നിങ്ങളുടെ ജനന തീയതിയിലെ അക്കങ്ങൾ കൂട്ടി ഒരൊറ്റ അക്കത്തിൽ എത്തിക്കുക. അതായത് ഡേറ്റ് ഓഫ് ബർത്ത് എടുക്കുമ്പോൾ ഡേറ്റ് മാത്രം എടുത്താൽ മതിയാകും, വർഷം എടുക്കേണ്ട ആവശ്യമില്ല. ഉദാഹരണത്തിന് നിങ്ങൾ 26-ാം തീയതിയാണ് ജനിച്ചതെങ്കിൽ, അതായത് നിങ്ങളുടെ ജനന തീയതി 26 ആണെങ്കിൽ 2 + 6 = 8. അതാണ് നിങ്ങളുടെ ഭാഗ്യ നമ്പർ. ഇതുപോലെ അവരവർ ജനിച്ച തീയതി കൂട്ടി നിങ്ങളുടെ ഭാഗ്യസംഖ്യ കണ്ടുപിടിക്കുക. ഇനി ചിലരെ സംബന്ധിച്ച് പലർക്കും അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് അറിയില്ല. അങ്ങനെയുള്ളവർ അവർക്ക് തോന്നുന്ന അല്ലെങ്കിൽ ഒരു ഊഹം വെച്ചുള്ള ഡേറ്റ് ആയിരിക്കാം ആധാർ കാർഡിലോ പാസ്പോർട്ടിലോ അല്ലെങ്കിൽ വോട്ടർ ID-യിലോ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ജനന തീയതി കറക്റ്റായിട്ട് അറിയാത്തവർ നിങ്ങൾ ആധാർ കാർഡിലോ അല്ലെങ്കിൽ പാസ്പോർട്ടിലോ വോട്ടർ ID-യിലോ ഏത് ഡേറ്റ് ആണോ കൊടുത്തിരിക്കുന്നത് ആ ഡേറ്റ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ ഭാഗ്യ നോട്ട് ഏതാണെന്ന് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്നാൽ, നോട്ടിലെ അവസാനത്തെ 6 അക്കങ്ങൾ കൂട്ടിക്കിട്ടുന്ന ഒറ്റ സംഖ്യയും നിങ്ങളുടെ ജനന തീയതിയുടെ ഒറ്റ അക്കവും, അതായത് ഡേറ്റ് കൂട്ടിക്കിട്ടുന്ന ആ ഒരു സംഖ്യയും ഒരുപോലെയാണെങ്കിൽ ആ നോട്ട് നിങ്ങൾക്ക് ഭാഗ്യമുള്ളതായിരിക്കും. ഇനി നിങ്ങളുടെ ഭാഗ്യ നോട്ട് അതിൻ്റെ മൂല്യം എത്രയാണെങ്കിലും കുഴപ്പമില്ല. 10 രൂപയോ 20, 100, 500 അങ്ങനെ ഏത് നോട്ടാണെങ്കിലും ഒരു കുഴപ്പവുമില്ല. ആ നോട്ടിൻ്റെ അവസാനത്തെ 6 അക്കങ്ങളാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ എവിടെ നിന്നും നിങ്ങളുടെ കയ്യിൽ പണം വന്നാലും അതിലെ നോട്ടുകളുടെ ആ നമ്പറുകൾ കൂട്ടി നോക്കുക. നിങ്ങളുടെ ഭാഗ്യ നമ്പറാണോ ആ നോട്ടെന്ന് നിങ്ങൾ ഉറപ്പിക്കുക. ഇനി അത് നിങ്ങളുടെ അലമാരയിലുള്ള പണമാണെങ്കിലും ബാങ്കിൽ നിന്നോ ATM-ൽ നിന്നെടുത്തതോ അതുമല്ലെങ്കിൽ കടയിൽ നിന്നും സാധനം വാങ്ങുമ്പോൾ ബാലൻസ് കിട്ടുന്ന നോട്ടിൽ നിന്നോ, അങ്ങനെ എപ്പോൾ നിങ്ങളുടെ കയ്യിൽ പണം വന്നാലും അതിൽ നിങ്ങളുടെ ഭാഗ്യ നോട്ട് ഉണ്ടോ എന്ന് നോക്കുക. ഇങ്ങനെ നിങ്ങളുടെ ഭാഗ്യ നോട്ടുകൾ കണ്ടെത്തിയതിന് ശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. പൊതുവായി എല്ലാ നമ്പറിനും ഒരു പർട്ടിക്കുലർ യന്ത്രമുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രത്യേക ചിഹ്നമുണ്ട്. നിങ്ങളുടെ ഭാഗ്യസംഖ്യയ്ക്ക് അനുയോജ്യമായ യന്ത്രം ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. വീഡിയോയിൽ 1 മുതൽ 9 വരെയുള്ള ഭാഗ്യ നമ്പറുകളുടെ യന്ത്രം കൊടുത്തിട്ടുണ്ട്.
നിങ്ങളുടെ ഭാഗ്യ നമ്പർ ഏതാണോ ആ യന്ത്രം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു പാത്രത്തിൽ മഞ്ഞൾ അല്ലെങ്കിൽ കുങ്കുമം, അതുമല്ലെങ്കിൽ ചന്ദനം, ഇവ മൂന്നിലേതെങ്കിലും ഒന്നെടുക്കുക. പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പനിനീരൊഴിച്ച് ഇതൊരു പേസ്റ്റ് രൂപത്തിലാക്കുക. പിന്നീട് ഒരു വൈറ്റ് പേപ്പർ എടുക്കുക. തീപ്പെട്ടിക്കൊള്ളി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ബഡ്സ് ഉപയോഗിച്ചോ കുഴച്ചു വെച്ചിരിക്കുന്ന ഈ പേസ്റ്റ് ഉപയോഗിച്ച് നിങ്ങളുടെ ഭാഗ്യ നമ്പറിൻ്റെ യന്ത്രം ഏതാണോ അത് പേപ്പറിൽ വരയ്ക്കുക. വരച്ച യന്ത്രം പൂർണ്ണമായും ഉണങ്ങാൻ അനുവദിക്കുക. പിന്നീട് നിങ്ങളുടെ ലക്കി നോട്ട് അല്ലെങ്കിൽ ആ ഭാഗ്യ നോട്ട് ഒരു കാന്തം പോലെ പ്രവർത്തിക്കുവാൻ യന്ത്രം വരച്ച ആ പേപ്പറിന് മുകളിൽ നിങ്ങളുടെ ഭാഗ്യ നോട്ട് വെക്കുക. അതിനുശേഷം ഈ പേപ്പർ നോട്ടുള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ചുരുട്ടുക. ചുരുട്ടി ഇതൊരു റോള് പോലെ ആക്കി ചുവന്ന നൂലോ അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള നൂലോ ഉപയോഗിച്ച് ഇത് കെട്ടുക. ഇത്രയും ചെയ്തതിന് ശേഷം ഈ റോൾ നിങ്ങളുടെ വലത് ഉള്ളം കൈയിൽ പിടിച്ചുകൊണ്ട് ഇതൊരു കാന്തമായി മാറിയെന്നും ധാരാളം പണത്തെ ആകർഷിക്കുമെന്നും നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറുമെന്നും ബിസിനസ് മെച്ചപ്പെടുമെന്നും അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകുമെന്നും പറയുക. ഇനി ഈ ഒരു പരിഹാരം ചെയ്ത് പണം തനിയെ വന്നുകൊള്ളും അല്ലെങ്കിൽ ഭാഗ്യങ്ങൾ തനിയെ വന്നുകൊള്ളും എന്ന് ചിന്തിച്ച് വെറുതെ ഇരിക്കുവാൻ പാടില്ല. ഈ പരിഹാരം ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ സത്യസന്ധമായി പരിശ്രമിക്കുകയും നല്ല കാര്യങ്ങൾ ചെയ്യുകയും വേണം. അപ്പോൾ ഒരു സപ്പോർട്ട് പോലെ ഇത് വർക്ക് ചെയ്യുന്നതാണ്. ഇത്രയും ചെയ്തതിന് ശേഷം ഈ റോൾ നിങ്ങളുടെ വീട്ടിലെ ലോക്കറിലോ അല്ലെങ്കിൽ ഡ്രോയറിലോ പണപ്പെട്ടിയിലോ വാലറ്റിലോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ മണി പേഴ്സിലോ സൂക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ വീട്ടിലെ ഓരോ അംഗങ്ങൾക്കും അവരവരുടെ ജനന തീയതിക്കനുസരിച്ച് ഈ റോളുകൾ ഉണ്ടാക്കി ഇതേ രീതിയിൽ തന്നെ സൂക്ഷിക്കാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന് വേണ്ടിയോ മക്കൾക്കു വേണ്ടിയോ നിങ്ങൾക്ക് അവരുടെ ലക്കി നോട്ടുകൾ കണ്ടെത്തി പ്രത്യേകം റോൾ ഉണ്ടാക്കി സൂക്ഷിക്കാവുന്നതാണ്. ഇനി ഇങ്ങനെ വെക്കുന്ന ഈ റോളുകൾ 4 മാസം വരെ നിങ്ങളുടെ പണപ്പെട്ടിയിൽ തന്നെ ഇരിക്കട്ടെ. 4 മാസത്തിന് ശേഷം ഈ റോളുകൾ തിരികെ എടുത്ത് തുറന്ന് അതിലെ പണം അടുത്തുള്ള ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചിയിൽ സമർപ്പിക്കാവുന്നതാണ്. അല്ലെങ്കിൽ അന്നദാനത്തിനായി നിങ്ങൾക്ക് ഈ തുക നൽകാവുന്നതാണ്. ഇനി അതുമല്ലെങ്കിൽ പാവപ്പെട്ട ഒരാൾക്ക് ഈ തുക ദാനം ചെയ്യാവുന്നതുമാണ്. അതിനുശേഷം വീണ്ടും നിങ്ങളുടെ ഭാഗ്യ നോട്ട് കണ്ടെത്തി ഈ പരിഹാരം തുടർന്ന് ചെയ്യാവുന്നതാണ്. ഇനി ആദ്യം യന്ത്രം വരച്ച പേപ്പറും കെട്ടാൻ ഉപയോഗിച്ച നൂലും വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. ആ പേപ്പർ കേടാകുകയോ അല്ലെങ്കിൽ കീറിപ്പോവുകയോ ചെയ്താൽ മണ്ണിൽ കുഴിച്ചിടാവുന്നതാണ്. വീണ്ടും പുതിയ ഒരു യന്ത്രം വരച്ച് ഈ പരിഹാരം ചെയ്യുക. ഇനി ഈ ഒരു പരിഹാരം വെള്ളിയാഴ്ച ദിവസം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. വെള്ളിയാഴ്ച ദിവസം ഈ പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ 4 മാസത്തിന് ശേഷം ഈ പേപ്പർ തിരികെ എടുക്കുന്നതും ഒരു വെള്ളിയാഴ്ച തന്നെ ആയിരിക്കണം. ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഈ പരിഹാരം തുടർച്ചയായി ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതാകുന്നതാണ്. മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും ഇല്ലാത്ത വളരെ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്നതുമാണ്. ജൂലൈ 18-ാം തീയതി വെള്ളിയാഴ്ച കർക്കിടക മാസത്തിലെ 30 വെള്ളിയാഴ്ചയാണ്. 30 വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഈ പരിഹാരം ആരംഭിക്കുവാൻ ഏറ്റവും ഉത്തമമായ ദിവസമാണിത്. പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഈ ഒരു പരിഹാരം ഒരേ ഒരു തവണയെങ്കിലും നിങ്ങൾ ചെയ്തു നോക്കുക. ഉറപ്പായും ഇതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്നതാണ്. മാത്രമല്ല ഇത് വർക്കായി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തന്നെ സ്വയം ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇടുന്നതുമാണ്. ഇനി ഈ ഒരു പരിഹാരം നിങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം വിഷമിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം അവർക്ക് കൂടി പറഞ്ഞു കൊടുക്കുക. ഉറപ്പായും നിങ്ങൾക്ക് അതിൻ്റെ നന്മ ഉണ്ടാകുന്നതാണ്. എല്ലാവർക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.